സിഡ്നി ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് തോൽവി. പരമ്പര ഓസീസ് 3-1 നേടി. ഇതോടെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടാതെ പുറത്തായി. രുജീഷ് വി രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. രുജീഷ്, ഇന്ത്യയുടെ അവസാന പ്രതീക്ഷയായിരുന്നു സിഡ്നി ടെസ്റ്റ്. ഇന്ത്യയുടെ ബാറ്റർമാർക്ക് എവിടെയാണ് പിഴച്ചത്? അതിര വലിയൊരു നിരാശ, പ്രത്യേകിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ ചരിത്രം സമീപകാലത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാകട്ടെ, തൊട്ട് പിന്നാലെ വന്ന കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാകട്ടെ, 2 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളും കളിച്ച ഒരു ടീമാണ് ഇന്ത്യ. 2 സ്ഥലത്തും ഇന്ത്യക്ക് കിരീടം നഷ്ടമായി ഫൈനലിൽ എന്നത് ഒഴിച്ചാൽ ഈ എല്ലാ തവണയും ഈ ഫൈനലിന് എത്തുന്നു എന്നത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനമായിരുന്നു. കാരണം ഇന്ത്യ തുടർച്ചയായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ടെസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആധിപത്യം എടുത്തു പറയേണ്ടതുമാണ്. ആ തരത്തിൽ ഇന്ത്യയുടെ ഒരു പ്രകടനം പ്രതീക്ഷിച്ചതായിരുന്നു. ഈ 2024 തുടർച്ചയായി ഇന്ത്യ ആ തരത്തിൽ 1-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ സ്വന്തം നാട്ടിൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടമായതോടെയാണ് ഓസ്ട്രേലിയക്കെതിരായ പരമ്പര വളരെ നിർണായകമായത്. പക്ഷേ തുടക്കം മുതൽ ഓസ്ട്രേലിയക്ക് എതിരായ പരമ്പര ഇന്ത്യക്ക് ആദ്യ മത്സരത്തിൽ ജയിക്കാനായെങ്കിൽ പിന്നീട് എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ ഒരു മത്സരത്തിൽ സമനില, പിന്നീട് 2 മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നതിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ രോഹിത് ശർമ്മ കളിക്കുന്നില്ല എന്ന്, ഫോം ഔട്ട് ആയ സാഹചര്യത്തിൽ താൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഈ സിഡ്നിയിൽ കൂടി ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങുന്നു. വളരെ നിരാശയോടെ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിന്ന് പുറത്താകുന്നു എന്നതാണ് ഈ നിമിഷം. എന്തായാലും സിഡ്നിയിലെ മത്സരത്തിലേക്ക് വന്നാൽ ബൗളർമാർ പരമാവധി അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് നൽകിയ ഒരു മത്സരമാണ്. പക്ഷേ ബാറ്റർമാർ വലിയ തരത്തിൽ നിരാശപ്പെടുത്തി. ആദ്യം ഇന്നിങ്സിൽ ഇന്ത്യ 200-ൽ താഴെ 185 റൺസിന് പുറത്തായപ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരു പരാജയം പ്രതീക്ഷിച്ചതാണ്. ആ തരത്തിലായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയയെ 181 എറിഞ്ഞിട്ട് ഇന്ത്യൻ ബൗളർമാർ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ വളരെ മികച്ച ഒരു പ്രകടനമാണ് നടത്തിയത്. തൊട്ടു പിന്നാലെ 2-ാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് സമാനമായി തന്നെ ഇന്ന് ആണ് 2-ാം ഇന്നിങ്സിൽ 4 വിക്കറ്റുകൾ അവസാനം വളരെ നിരാശയോടെ തന്നെ ഇന്ത്യ കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 157 റൺസിനാണ് ഇന്ത്യ പുറത്തായത്. തൊട്ടു പിന്നാലെ വളരെ ചെറിയൊരു മാർജിൻ 164 എന്ന് പറയുന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അനായാസമായി തന്നെ മറികടക്കാൻ പറ്റുന്ന ഒരു ടോട്ടൽ തന്നെയായിരുന്നു അത്. പക്ഷേ അവിടെയും ബൗളർമാർ ഒരു പ്രതീക്ഷ അവസാന നിമിഷവും നൽകി എന്നതാണ്. 4 വിക്കറ്റുകൾ വീഴ്ത്താനായി എന്നത് മാത്രമാണ് സിഡ്നി ടെസ്റ്റിൽ നിന്ന് ഇന്ത്യക്ക് എടുത്തു പറയാനുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഓസ്ട്രേലിയ ആദ്യമായാണ് ഇന്ത്യക്ക് എതിരെ ബോർഡർ ഗാവസ്കർ ട്രോഫി സ്വന്തമാക്കുന്നത് എന്നത് കൂടി എടുത്തു പറയണം. പക്ഷേ ഇന്ത്യക്ക് നിരാശയായി. കഴിഞ്ഞ തുടർച്ചയായി 3 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ 2-ലും ഫൈനലിലെത്തിയ ഇന്ത്യക്ക് എന്തായാലും ഫൈനലിലെത്താനായില്ല. ഓസ്ട്രേലിയ ഫൈനലിനരികെയാണ്. ഇനി ഓസ്ട്രേലിയക്ക് 2 മത്സരങ്ങളുള്ള ശ്രീലങ്കയോടുള്ള പരമ്പര കൂടിയുണ്ട്. എന്തായാലും ഈ ഏകദേശം തന്നെ ഓസ്ട്രേലിയ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഏകദേശം ഉറപ്പിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ അസാമാന്യ പ്രകടനമാണ്. ബുംറയാണ് പരമ്പരയിലെ താരം. ശരി, രുജീഷ് വി രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.